ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മുടെ വീട്ടിലൊരു ചട്ടി നട്ടിരിക്കുന്ന ചെടി എപ്പോഴാണ് നമ്മൾ പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടേണ്ടത്? ചെടി എന്തൊക്കെ സൂചനകൾ നമുക്ക് തരും മാറ്റി നടാനായാൽ എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ശരിക്കും നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ പല ചെടികളും പല രീതിയിലാണ് ഗ്രോത്ത്, അതുപോലെ റൂട്ടിൻ്റെ വളർച്ചയൊക്കെ. അപ്പോൾ ഒരു വർഷം മുതൽ 2 വർഷം ആ ഒരു ഗ്യാപ്പിനിടയിലാണ് സാധാരണ നമ്മളൊരു ചെടി പുതിയ ചട്ടിലേക്ക് മാറ്റി നടുക, അല്ലെങ്കിൽ അതിൻ്റെ സോയിൽ മീഡിയം നമ്മൾ മാറ്റി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഈ ഒരു 2 വർഷം ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഓവർ ഗ്രോത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടി പെട്ടെന്ന് തന്നെ പുതിയ ചട്ടിലേക്ക് മാറ്റി നടേണ്ട ഒരു സന്ദർഭം വരാറുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു സന്ദർഭം എന്ന് വെച്ചാൽ നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞ് ഒരു വർഷമൊക്കെ ആയി കഴിഞ്ഞ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, അതിൻ്റെ ആ ഡ്രൈനേജ് ഹോൾ, ചട്ടിയുടെ ഡ്രൈനേജ് ഹോൾ വഴി ഒരുപാട് വേര് പുറത്തേക്ക് വന്ന് തള്ളി നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ചെടി സൂചിപ്പിക്കുന്നത് ചെടി മാറ്റി നടാൻ ടൈം ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്ക് നിലവിലുള്ള പോട്ടിനേക്കാളും അല്പം കൂടി വലിപ്പം കൂടി ഒരു ചട്ടിയിലേക്ക് നമുക്ക് ചെടി മാറ്റി നടാം. ഡ്രൈനേജ് ഇല്ലാത്ത, അതായത് നീർവാർച്ച ഇല്ലാത്ത പോട്ടി മിശ്രിതമാണ് നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ നമുക്ക് 2 വർഷമൊന്നും കാലാവധി, അല്ലെങ്കിൽ ഒരു 1.5 വർഷമൊന്നും കാലാവധി കിട്ടില്ല. അതിനു മുമ്പ് തന്നെ മണ്ണെല്ലാം സെറ്റായിട്ട് വേരിൻ്റെ ഗ്രോത്തൊക്കെ പറ്റ സ്ലോ ആയി പോകും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. നന്നായിട്ട് ഡ്രൈനേജ്, നന്നായിട്ട് നീർവാർച്ച, അതുപോലെ ലൂസായി കിടക്കുന്ന രീതിയിലുള്ള മണ്ണ് പോട്ടി മിശ്രിതം തയ്യാറാക്കാൻ ശ്രമിക്കുക. മണൽ, ചാണകപ്പൊടി, അതുപോലെ അല്പം ചകിരിച്ചോറ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ മണ്ണ് നന്നായിട്ട് ലൂസായി കിടക്കും. അപ്പോൾ ഇതാണ് ശരിക്കും വേരുകൾക്ക് നന്നായിട്ട് ഓടാനും പെട്ടെന്ന് ആഹാരം വലിച്ചെടുക്കാനൊക്കെ സാധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ആ രീതിയിൽ നമ്മൾ പോട്ടി മിശ്രിതം തയ്യാറാക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഓവറായിട്ട് ഗ്രോത്ത് വരിക വേരിന്. അപ്പോൾ വേരിന് ഓവറായിട്ട് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടാനായി എന്നാണ് ചെടി സൂചിപ്പിക്കുന്നത്. അടുത്ത സന്ദർഭമാണ് ചെടി മുരടിച്ച് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ 2 വർഷം മുൻപോ അല്ലെങ്കിൽ 3 വർഷം മുമ്പൊക്കെ നട്ടൊരു ചെടി മുരടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം വളമൊക്കെ ഇട്ട് കൊടുക്കും, പക്ഷേ ചെടി ഒരു മുരടിച്ച അവസ്ഥ തന്നെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ചട്ടിയിൽ ഇട്ടിരിക്കുന്ന ഈ മണ്ണ് ഉറച്ച് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കട്ട പിടിക്കും. അപ്പം 2 വർഷമൊക്കെ കഴിഞ്ഞാൽ എന്തായാലും ആ കട്ട പിടിച്ച് സെറ്റായേക്കും. അപ്പോൾ ഇങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ശരിക്കും വേരുകൾക്ക് വളരാനോ അല്ലെങ്കിൽ ആഹാരം വലിച്ചെടുക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ചെടി മാറും. ആ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വെള്ളമൊക്കെ സൈഡിലൂടെ ഊർന്നിറങ്ങി പെട്ടെന്ന് തന്നെ ഡ്രൈനേജ് ഹോൾ കൂടെ പോകുന്നത് കാണാൻ പറ്റും. റൂട്ടിന് ചുറ്റുള്ള ഭാഗം മുഴുവൻ സെറ്റായിട്ട് കട്ട പിടിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ചട്ടി പുതിയ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് ചട്ടിയിലുള്ള ഈ സോയിൽ നമ്മൾ മാറ്റി കൊടുക്കുക. ഈ പോട്ടി മിശ്രിതം നമ്മൾ മാറ്റിയിട്ട് പുതിയ പോട്ടി മിശ്രിതം നിറച്ചിട്ട് അതിലോട്ട് ഈ ചെടി നടുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലുള്ള വേരുകൾ നമ്മൾ ഡാമേജ് ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചട്ടി റിമൂവ് ചെയ്ത ശേഷം നമ്മൾ കൈകൊണ്ട് മാന്തിയിട്ട് അല്ലെങ്കിൽ കുത്തി പൊട്ടിച്ചിട്ടൊന്നും ഈ മണ്ണ് നീക്കം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നനച്ച് കൊടുക്കുക. നന്നായിട്ട് നനച്ച് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണെല്ലാം അലിഞ്ഞ് വരാൻ തുടങ്ങും. ആ സമയത്ത് മണ്ണെല്ലാം നന്നായി റിമൂവ് ചെയ്ത ശേഷം അത് നമ്മൾ ചട്ടി നടാൻ ശ്രമിക്കുക. അടുത്ത സന്ദർഭമാണ് ചെടിയിൽ ആവശ്യത്തിന് പൂക്കൾ ഉണ്ടാവാത്ത അല്ലെങ്കിൽ കായകൾ ഉണ്ടാവാത്ത ഒരു സിറ്റുവേഷൻ. അതിൽ ഫസ്റ്റത്തെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അറിവില്ലായ്മ മൂലം നമ്മൾ ഒരു റോങ് ആയിട്ട് നമ്മൾ പോട്ടി മിശ്രിതം തയ്യാറാക്കിയിട്ട് മുൻപ് നട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ വളരുന്ന ചെടി ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ പിന്നെ മുരടിച്ച് പോകും. അപ്പോൾ സാധാരണ ഒരു റോങ് ആയിട്ട് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മണൽ കൂട്ടിയിട്ട് പോട്ടി മിശ്രിതം തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒരുപാട് ചകിരിച്ചോറ് ചേർത്തിട്ട് ഭയങ്കരമായിട്ട് ചകിരിച്ചോറ് ചേർത്തിട്ട് പോട്ടി മിശ്രിതം തയ്യാറാക്കുക, അതല്ലെങ്കിൽ മണ്ണ് കട്ട പിടിക്കുന്ന രീതിയിലുള്ള പോട്ടി മിശ്രിതം തയ്യാറാക്കുക, പിന്നെ അതുപോലെ മണ്ണ് മാത്രമായിട്ട് പോട്ടി മിശ്രിതം ആയിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെടി കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു മുരടിച്ചൊരവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഈ ഒരു അവസ്ഥയിലേക്കാണ് ചെടി നട്ടിട്ടുള്ളതെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ ചെടി റീപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത തവണ നിങ്ങൾ ചെടി മാറ്റി നടുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ചെടികൾ 2 വർഷത്തിൽ കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ റിപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.